إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികളും തിരുചര്യകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണേ എന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മൂന്നാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ അവസാന ഭാഗങ്ങളിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയ പരമമായ ഒരു സത്യത്തെ സംബന്ധിച്ചാണ് ആ ആയത്ത് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഓരോ ദിവസവും നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് 17 തവണ പറയുന്ന കാര്യമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ ലോകങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ റബ്ബേ, നിനക്കാകുന്നു സർവസ്തുതിയും. സർവ ലോകങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് കാണപ്പെടുന്ന നമ്മുടെ ദൃഷ്ടികൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതും കാണാൻ കഴിയാത്തതുമായ ഒട്ടനേകം സൃഷ്ടി വൈഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ്, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ,
അതേപോലെ തന്നെ രാത്രിയും പകലുകളും മാറി മാറി വരുന്നത്, അതിലെ വ്യത്യാസങ്ങളായി, അതിലെ വൈവിധ്യങ്ങൾ, അതിലെല്ലാം തന്നെ കൃത്യമായ ദൃഷ്ടാന്തങ്ങളുണ്ട്, ചിന്തിക്കുവാനുള്ള ആയത്തുകളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതാർക്കാണ്? ബുദ്ധിയുള്ളവർക്കാണ്, ഉലുൽ അൽബാബിനാണ്, ഉറ്റാലോചിക്കുന്നവർക്കാണ് അതിലുള്ള ദൃഷ്ടാന്തങ്ങൾ ഉള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഈ ലോകത്തെ സൃഷ്ടിച്ച അതിന്റെ വ്യവസ്ഥയിൽപ്പെട്ടതാണ് രാത്രിയും പകലും മാറി മാറി വരിക എന്നുള്ളത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും മാറി മറിയുക എന്നുള്ളതും അതിന്റെ ഭാഗം തന്നെയാണ്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൊഴിഞ്ഞു പോകുമ്പോൾ, ഓരോ മാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഓരോ വർഷവും നമ്മുടെ ചുമരുകളിലെ കലണ്ടറുകൾ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്, ആലോചിക്കുവാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങളിലെ കലണ്ടറുകളും മാസങ്ങളും നമ്മൾ മറിച്ചവരാണ്, മാറ്റിയവരാണ്. ഈ വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും നമ്മൾ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പുതിയ ദിവസത്തിലേക്ക്, പുതിയ മാസങ്ങളിലേക്ക്, പുതിയ വർഷങ്ങളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ, അതിനെ വരവേൽക്കുമ്പോൾ, ഈ ഒരു ദിവസത്തിൽ, ഈ ഒരു മാസത്തിൽ, ഈ ഒരു വർഷത്തിൽ ഞാൻ ചെയ്ത കർമ്മങ്ങളെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നും, അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ, നല്ലതിന് എനിക്ക് പ്രതിഫലം ലഭിക്കുമെന്നും ചീത്തതിന് ഞാൻ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നും ആലോചിക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ, മനുഷ്യനെ അറിയിക്കുമെന്നാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്ത കർമ്മങ്ങൾ, നമ്മൾ നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ, നമ്മുടെ കാറിലായിരിക്കുമ്പോൾ, നമ്മുടെ പ്രൈവറ്റ് സ്പേസിലായിരിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തോടൊപ്പമായിരിക്കുമ്പോൾ, നമ്മുടെ കൂട്ടുകാരോടൊപ്പമായിരിക്കുമ്പോൾ, അങ്ങനെ ഓരോ സന്ദർഭങ്ങളെയും ആ സമയങ്ങളിലെല്ലാം നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ഇഴകീറിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അവിടെ നമ്മളെ അറിയിക്കും, നീ ഇന്ന സമയത്ത്, ഇന്ന സാഹചര്യത്തിൽ, ഇന്ന മിനിറ്റിൽ, ഇന്ന സെക്കൻഡിൽ ഇന്നാൽ ഇന്ന കാര്യം ചെയ്തു എന്ന് അറിയിക്കുന്ന ദിവസമുണ്ട്. യൗമ തുബ്ലസ് സറായിർ, രഹസ്യങ്ങളെല്ലാം പരസ്യങ്ങളാക്കപ്പെടുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ. ഇന്ന് ഈ ലോകത്ത് നമ്മൾ നമ്മുടെ രഹസ്യങ്ങളായി സൂക്ഷിക്കുവാൻ ഒട്ടനേകം ആളുകളും സംവിധാനങ്ങളും നമുക്കുണ്ടായേക്കാം. പക്ഷെ ആ സംവിധാനങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന, ഒരു ശക്തിയും ഒരു സഹായിയും ഇല്ലാത്ത ഒരു ദിവസം നമുക്ക് വരാനുണ്ട് എന്ന ഒരു ബോധ്യം ഈ വർഷം നമ്മിൽ നിന്ന് പിന്നിടുമ്പോൾ, ഓരോ ദിവസവും നമ്മളിൽ നിന്ന് പിന്നിടുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറഞ്ഞു, ബുദ്ധിയുള്ളവരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ എന്ന് പറഞ്ഞാൽ അവര് ഓരോ ദിവസവും, അതല്ലെങ്കിൽ ഓരോ സമയവും, ഓരോ സെക്കൻഡുകളും അവർ അവരുടെ നഫ്സിനെ, അതിനെക്കുറിച്ച് ആലോചിക്കുകയും വീണ്ടും വിചാരം നടത്തുകയും ചെയ്യുന്ന ആളുകളാണ് എന്ന്. അവരാണ് ബുദ്ധിമാന്മാർ. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൽ അൽബാബ് എന്ന് പറയുമ്പോൾ, രാത്രിയുടെയും പകലിന്റെയും അതിന്റെ വ്യത്യാസങ്ങൾ, വൈവിധ്യങ്ങളിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുമ്പോൾ, ആ ദൃഷ്ടാന്തം ആർക്ക്? നമ്മൾ ഓരോ സെക്കൻഡുകളെ കുറിച്ചും
ഇടകീറി ചിന്തിക്കുമ്പോൾ ഞാൻ ഇന്ന സമയത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ അടുക്കാൻ പാടില്ലാത്തതിലേക്ക് അടുത്തിട്ടുണ്ട്, എനിക്ക് മാറണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ സെക്കൻഡുകളെയും അങ്ങനെ ചിന്തിക്കുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാരെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സമയത്തിന് പ്രാധാന്യമുണ്ട്, ദിവസത്തിന് പ്രാധാന്യമുണ്ട്. അത് ആഘോഷിക്കുവാനുള്ളതല്ല, ആഹ്ലാദിക്കുവാനുള്ളതല്ല. ഒരു വർഷം നമ്മളിൽ നിന്ന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇനി ആ ഒരു വർഷം നമുക്ക് തിരിച്ചു കിട്ടില്ല. ആ ഒരു യാഥാർത്ഥ്യബോധം നമുക്കുണ്ടാകണം. സമയം നിർണിതമാണ്, മാസം നിർണിതമാണ്, വർഷം നിർണിതമാണ്. 2023 എന്നൊരു വർഷം, ആ കലണ്ടർ നമ്മൾ മാറ്റുമ്പോൾ ആ 2023 കഴിഞ്ഞുപോയ 362 ദിവസങ്ങളും ഇനി നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അതിൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് ലഭിക്കുകയില്ല. നമ്മൾ നഷ്ടപ്പെടുത്തിയ ആ 362 ദിവസങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വലിയ ദിവസങ്ങൾ, വർഷങ്ങൾ, സമയങ്ങൾ, മണിക്കൂറുകൾ, സെക്കൻഡുകൾ, അത് തിരിച്ചു ലഭിക്കുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിനെ ഉറപ്പിക്കേണ്ടതുണ്ട്. എങ്കിലേ നമുക്ക് ആ നഷ്ടപ്പെട്ടതിൽ നിന്ന് കുറ്റബോധം വീണ്ടെടുത്ത് വരാനിരിക്കുന്ന, ലഭിക്കാനിരിക്കുന്ന അവസരങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. മഹാന്മാരായ പണ്ഡിതന്മാർ എന്താണ് സമയം, എന്താണ് സമയം, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിനെ നിർവചിക്കുന്നത്, നിനക്ക് ലഭിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നിനക്ക് ലഭിക്കുന്ന ജീവിതമാണ് എന്നാണ്. വഹുവൽ ഹയാത്ത്, നിന്റെ സമയം എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതമാണ്. എപ്പോഴാണോ നമ്മളിലേക്ക് മലക്കുൽ മൗത്ത് വരുന്നത്, നമ്മുടെ അവധി എത്തുന്നത്, അവിടെയാണ് നമ്മുടെ സമയം അവസാനിക്കുന്നത്, നമ്മുടെ വർഷങ്ങൾ അവസാനിക്കുന്നത്, ദിവസങ്ങൾ അവസാനിക്കുന്നത്, സെക്കൻഡുകൾ അവസാനിക്കുന്നത്. ആ സമയത്തിന് മുമ്പ്, ആ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് നമുക്കൊരുപാട് ചെയ്യാനുണ്ട് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഇന്നമാ നഉദ്ദു ലഹും അദ്ദ, സൂറത്തു മർയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ മലക്കുകളുമായി ബന്ധപ്പെട്ട് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആ ആയത്തിനെ മഹാനായ നാസിറു സഅദി റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിക്കുന്നത് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും സെക്കൻഡുകളുമാണ് അവിടെ നാം എണ്ണി കണക്കാക്കപ്പെടുന്നത് എന്നാണ് നാസിറു സഅദി റഹിമഹുല്ലാഹ് നമുക്ക് വിശദീകരിച്ചു നൽകുന്നത്. അതിനൊന്നുകൂടി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യക്തമാക്കി തരുന്നുണ്ട്. ഒന്നുകൂടി ആയത്തിനെ വിശാലമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇന്നമാ നഉദ്ദു ലഹും അദ്ദ, ഓരോന്നും എണ്ണി കണക്കാക്കപ്പെടുമെന്ന് പറഞ്ഞാൽ നഉദ്ദു അൻഫാസഹും ഫിദ്ദുനിയ, നമ്മൾ ഭൂമിയിൽ എടുക്കുന്ന ഓരോ ശ്വാസവും അത് എണ്ണി കണക്കാക്കി അതിനെല്ലാം ആ സമയങ്ങളെല്ലാം അവിടെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ വിചാരണയെ സംബന്ധിച്ച് വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അനീതിയില്ലാത്ത, ഒരാളോടും വിവേചനം കാണിക്കാത്ത, കൃത്യമായി കണക്കാക്കുന്ന ആ മീസാനിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുളമു നഫ്സുൻ ഷൈഅ, ഒരാളോടും തന്നെ അനീതി കാണിക്കുകയില്ല. ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് കൃത്യമായി അളന്ന് മുറിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. فلا تظلم نفس شيئا وإن كان مثقال حبة من خردل, അതൊരു അണ്ണുമണി തൂക്കമാണെങ്കിലും ശരി, അത്തൈനാ ബിഹാ, നാം അവിടെ കൊണ്ടുവരും, അവിടെ ചോദ്യം ചെയ്യപ്പെടും. വഖഫാ ബിനാ ഹാസിബിൻ, ചോദ്യം ചെയ്യപ്പെടാൻ, കണക്ക് നോക്കുവാൻ നാം മതിയായവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഉണരുക, നാം ചോദ്യം ചെയ്യപ്പെടേണ്ടവരാണ്.
നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. അൻ ഉംരിഹി ഫീമാ അഫ്നാ വഅൻ ശബാബിഹി ഫീമാ അബ്ലാ വഅൻ മാലിഹി മിൻ ഐന ഇക്തസബ വഫീമാ അൻഫഖ വഅൻ ഇൽമിഹി മാദാ അമില ബിഹി. നമ്മുടെ യുവത്വത്തെക്കുറിച്ച്, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, നമ്മുടെ സമ്പത്തിനെ കുറിച്ച്, നമ്മുടെ അറിവിനെ കുറിച്ച്, ഈ 4 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു കാൽപാദം മുന്നോട്ട് വെക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. പരലോകത്ത് നമുക്കൊരു അടി അനങ്ങണോ ഈ 4 കാര്യങ്ങൾ. നമ്മുടെ ആരോഗ്യം നമ്മൾ എന്തിന് ചെലവഴിച്ചു, നമ്മുടെ യുവത്വം നമ്മൾ എന്തിനു ഉപയോഗിച്ചു, നമ്മുടെ സമ്പത്ത് എവിടുന്ന് നേടി, എവിടെ ചെലവഴിച്ചു, നമ്മൾ നേടിയ അറിവ് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ, അത് പകർത്തിയിട്ടുണ്ടോ, ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാവുക. നമ്മൾ ഇങ്ങനെ പോകും, ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകും. സമയത്തെ ഗൗരവമായി കാണാത്തവർ അതിനെ വൃഥാവിലാക്കിക്കൊണ്ട്, നഷ്ടത്തിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. പക്ഷേ അവസാനം ഓർമ്മ വരുന്ന ചില സന്ദർഭങ്ങളെ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ തിരുമൊഴികളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹത്താ സുർതുമുൽ മഖാബിർ, ഖബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരെ, അവരിലേക്ക് മലക്കുൽ മൗത്ത് ഇറങ്ങി വരുന്നത് വരെ, അതുവരെ ആ അശ്രദ്ധകൾ ഉണ്ടാവുകയുള്ളൂ. അവിടെ മുതൽ അവർ ഗൗരവത്തിലായി. ആ സന്ദർഭം അല്ലാഹു പറയുന്നുണ്ട്, വഅൻതിരിന്നാസ് യൗമ യഅതീഹിമുൽ അദാബ് ഫയഖൂലു الذين ظلموا ربنا أخرنا إلى أجل قريب نجب دعوتك ونتبع الرسل. സമയത്തിന് പ്രാധാന്യം കൊടുക്കാതെ, ജീവിതത്തിലെ മൂല്യങ്ങളെ തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്ന ആളുകൾ, അവർക്ക് ബോധം വരുന്ന സമയം എപ്പോഴാണ്? മലക്കുൽ മൗത്ത് അവരിലേക്ക് വരുമ്പോൾ, ശിക്ഷ അവരിലേക്ക് ഇറങ്ങുമ്പോൾ, മരണത്തെ മുഖാമുഖം കാണുമ്പോൾ അവർ പറയും, റബ്ബനാ അഖിർനാ ഇലാ അജലിൻ ഖരീബ്. അല്പസമയം, കുറച്ച് സമയം, 40, 50, 60 വർഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ജീവിക്കുവാൻ അവസരം തന്നിട്ടു. അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പുനരാലോചിക്കുവാനുള്ള ഒട്ടനേകം സന്ദർഭങ്ങളും അതിനുള്ള സമയങ്ങളും തന്നിട്ടു. ആലോചിക്കാത്തവർ അവിടെ വെച്ച് പറയുമെന്നാണ്, റബ്ബേ ഒരല്പസമയം, നുജിബ് ദഅവതക വനത്തബിഉ റസൂൽ, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകാം, നിന്റെ ദൂതന്മാരുടെ, പ്രവാചകന്മാരുടെ ഞങ്ങൾ പിൻപറ്റിക്കൊള്ളാം എന്നവർ പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട് മയ്യത്ത് കട്ടിലേറി 6 കാലുള്ള മയ്യത്ത് കട്ടിലിൽ നമ്മളെ ആളുകൾ കൊണ്ടുപോകുന്ന സമയത്ത് ആ മയ്യത്ത് കിടന്ന് അട്ടഹസിക്കുമെന്നാണ്, ഐന തദ്ഹബൂന ബിഹാ, ഐന യദ്ഹബൂന ബിഹാ, എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് എന്ന്, എവിടേക്കാണ് അവർ എന്നെ കൊണ്ടുപോകുന്നത് എന്ന് അട്ടഹസിക്കുമെന്നാണ്. തിന്മ ചെയ്ത, ജീവിതത്തിൽ സമയത്തിന് പ്രാധാന്യം കൊടുക്കാത്ത, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാത്ത ആളുകൾ ആ മയ്യത്ത് കട്ടിലിൽ കിടന്ന് കരയുമെന്നാണ്, അട്ടഹസിക്കുമെന്നാണ്. മനുഷ്യന്മാരല്ലാത്ത എല്ലാ ജീവികൾക്കും അത് കേൾക്കാൻ സാധിക്കുമെന്നാണ്. നമ്മൾ ഒരുപാട് മയ്യത്തുകൾ നമ്മുടെ ചുമലിലേറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അതിൽപ്പെട്ട ചില മയ്യത്തുകൾ ഒരു പക്ഷെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകാം, നമ്മൾ കേട്ടിട്ടുണ്ടാകില്ല. അങ്ങനെയൊരു സന്ദർഭം നമുക്ക് വരാറുണ്ട്. ആ സമയത്ത് മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് വിലപിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത് സഹോദരങ്ങളെ. മാത്രമല്ല, നരകത്തിൽ ആ ശിക്ഷ വരുന്ന സമയത്ത്, അള്ളാഹുവിന്റെ അടുക്കൽ ഹാജരാകുന്ന സമയത്ത്, അവിടെയൊക്കെ ഈ ജീവിതത്തിന് പ്രാധാന്യം നൽകാത്ത ആളുകൾ കൈമലർത്തുന്ന, അവർ തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആയുസ്സിനെ കുറിച്ച് ആലോചിക്കുന്ന സമയങ്ങളുണ്ട്. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ വജിഅ യൗമഇദിൻ ബിജഹന്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജരാകുന്ന ദിവസം, അല്ലാഹുവിന്റെ മലക്കുകൾ അണിയണിയായി കൊണ്ട് നിൽക്കുന്ന ദിവസം, ഹാജരാകുന്ന ദിവസം, വജിഅ യൗമഇദിൻ ബിജഹന്നം,
ഭീമാകാരിയായ ആ നരകത്തെ വലിച്ച് ഹാജരാക്കപ്പെടുന്ന ആ ദിവസം, അന്ന് ഇന്ന് ഈ ജീവിതത്തിന് പ്രാധാന്യം നൽകാത്ത ആളുകൾ അവിടെ വെച്ച് ചോദിക്കും, അവരവിടെ വെച്ച് ചോദിക്കും, അവിടെ മനുഷ്യന് ഓർമ്മ വരികയാണ് അവൻ നഷ്ടപ്പെടുത്തിയ സമയത്തെ കുറിച്ച്. അവൻക്ക് അമൽ ചെയ്യാൻ ഉണ്ടായിരുന്ന സമയത്ത് അമൽ ചെയ്യാത്തതിനാൽ അവൻ ഖേദിക്കുന്ന ആ സന്ദർഭം. അതിനെ സംബന്ധിച്ച് അല്ലാഹു ചോദിക്കുന്നത് എവിടുന്നാണോ നിനക്കിപ്പോൾ ഓർമ്മ വന്നത് എന്ന്. ആ സമയത്ത് നമ്മളോട് ചോദിക്കപ്പെടും. അന്ന് വിലപിക്കുമ്പോൾ, അന്ന് വിലപിക്കാതിരിക്കാൻ നമ്മൾ ഇന്ന് സമയം കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് ഒരുപാട് സമയങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ വിഹരിക്കുവാൻ നമുക്ക് ഒരു പ്രശ്നവുമില്ല. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും അതിന്റെ റീൽസ് കാണുവാനും ഷോർട്സ് കാണുവാനും നമുക്ക് അനേകം സമയങ്ങളുണ്ട്. പക്ഷെ പരലോകത്തെ കുറിച്ച് ആലോചിക്കുവാൻ നമുക്ക് സമയങ്ങളില്ല. നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മളുടെ പ്രയോറിറ്റി എന്ത് എന്നുള്ളത്. നമ്മൾ ദുനിയാവിനാണോ അതല്ല പരലോകത്തിനാണോ നമ്മുടെ പ്രാധാന്യം? നമ്മൾ ഏതാണ് ചൂസ് ചെയ്യുന്നത്, ഏതാണ് സെലക്ട് ചെയ്യുന്നത്? ദുനിയാവാണോ പരലോകമാണോ? ദുനിയാവാണ് എങ്കിൽ നമ്മൾ അങ്ങനെ ഈ ദുനിയാവിലെ നൈമിഷിതകൾക്ക് വേണ്ടി, ഇതിലെ ചെറിയ ചെറിയ സുഖങ്ങൾക്കും ആനന്ദങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി നമ്മളങ്ങനെ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കും. അതല്ല പരലോകത്തിനാണ് നമ്മുടെ പ്രാധാന്യമെങ്കിൽ നമ്മൾ പരലോകത്തെ, ആ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ, ഓരോ ദിവസങ്ങളെയും ഓരോ സെക്കൻഡുകളെയും ഓരോ മണിക്കൂറുകളെയും നമ്മൾ ചിട്ടപ്പെടുത്തും. ജോലിയുടെ ടൈം, ഇബാദത്തിന്റെ സമയം, കുടുംബവുമായി ചെലവഴിക്കേണ്ട സമയം, ദഅവത്തിന്റെ സമയം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സമയങ്ങളെ നമ്മൾ ചാർട്ട് ചെയ്യും. അതിനെ ഉപയോഗിക്കേണ്ട രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രിയോറിറ്റികൾ നമ്മൾ നിശ്ചയിക്കുക. ഓരോ വർഷവും നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഈ വർഷത്തിൽ എന്റെ പരലോകത്തേക്ക് വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു? എന്റെ ഖബറിലേക്ക് ഞാൻ പോകുമ്പോൾ എന്നെ അവിടെ ചരിച്ചു കിടത്തി എന്റെ തലക്ക് മുകളിലൂടെ, ശരീരത്തിന് മുകളിലൂടെ മൂടുകല്ലുകൾ വെച്ച് മണ്ണിട്ട് ആളുകൾ പോകുമ്പോൾ എന്റെ ഏറ്റവും സ്നേഹനിധികളായ മക്കളും കുടുംബക്കാരും അതേപോലെ തന്നെ കൂട്ടുകാരുമെല്ലാം അവിടെ പിരിഞ്ഞു പോകുമ്പോൾ എനിക്ക് ബാക്കിയാകുന്ന അമലുകൾ എനിക്ക് അവിടെ എന്തുണ്ടാകുമെന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഓരോ വർഷങ്ങളും ആ രൂപത്തിലുള്ള ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരണം. ദിവസങ്ങളെയും വർഷങ്ങളെയും എല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ തയ്യാറാവുക. അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه وسلم تسليما كثيرا. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, മാ നദിംതു അലാ ശൈഇൻ നദമി, ഞാൻ ഒരു കാര്യത്തെ സംബന്ധിച്ചു അങ്ങേയറ്റം വിഷമിച്ചിട്ടില്ല, സങ്കടപ്പെട്ടിട്ടില്ല, വേദനിച്ചിട്ടില്ല. നമ്മൾ ആ പ്രയോഗം കാണുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് നമ്മൾ വേദനിച്ച ഒരുപാട് വേദനകളെ സംബന്ധിച്ച്, നമ്മുടെ പ്രയാസങ്ങളെ സംബന്ധിച്ച്, ദുഃഖങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ദിവസവും ഞാൻ അത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാകില്ല. അതിന് കാരണം പറഞ്ഞത്, ഏറ്റവും വലിയ സങ്കടത്തിന്റെ ദിവസമായി അദ്ദേഹം പറഞ്ഞത്, ആ ദിവസം എന്റെ പരലോകത്തേക്ക് വേണ്ടി, എന്റെ പരലോക ജീവിതത്തിനു വേണ്ടി ഒരു പുതിയ കാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അന്ന് ഞാൻ സങ്കടപ്പെട്ടതുപോലെ വേറൊരു ദിവസവും ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ടാവുകയില്ല എന്നുള്ളതാണ്.
സാധാരണ ചെയ്യുന്ന കാര്യങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്നല്ല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മറിച്ച് ഓരോ ദിവസവും എന്റെ പരലോകത്തിനു വേണ്ടി പുതിയ പുതിയ നന്മകൾ എന്റെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ മഹാന്മാരായ സ്വഹാബിമാർ അങ്ങനെയായിരുന്നു. സലഫുകളുടെ ജീവിതം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അവരുടെ ജീവിതം ഇബാദത്തുകൾ കൊണ്ട് ധന്യമായിരുന്നു. അവർ പോയ സ്വർഗത്തിലേക്ക് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിനനുസരിച്ച് എന്ത് കർമ്മങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധിച്ചു? സ്വഹാബിമാർക്കും സലഫുകൾക്കും എങ്ങനെ ചെയ്യാൻ സാധിച്ചു? കാരണം അവർക്ക് സമയത്തിന്റെ മൂല്യം അറിയാമായിരുന്നു, ജീവിതത്തിന്റെ വില അറിയാമായിരുന്നു. യൗമുൽ ഹിസാബിനെ സംബന്ധിച്ച്, വിചാരണയുടെ നാളിനെ കുറിച്ച് അവർക്ക് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. വരാനിരിക്കുന്ന ചോദ്യം ചെയ്യപ്പെടലുകളെ കുറിച്ച് അവരുടെ മനസ്സുകളിൽ പിക്ചറുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതത്തെ അവർ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു, അവർക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു. ഈ ലോകം അവസാനിക്കുമെന്നും ഈ ലോകത്ത് വലിയ ശരീരവും വലിയ ആരോഗ്യവുമായി നടക്കുന്ന എന്റെ ഈ ശരീരത്തിന് ഒരു ദിവസം അവസാനിക്കുവാനുണ്ട് എന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടി അവർക്ക് മുന്നോട്ട് പോയപ്പോൾ അവരുടെ ജീവിതത്തെ അവർക്ക് പാടെ മാറ്റുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ഏറ്റവും വലിയ സമൂഹമായിക്കൊണ്ട്, ആളുകളായിക്കൊണ്ട്, ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ല ആളുകളായിക്കൊണ്ട് അവർക്ക് മാറുവാനും സാധിച്ചു എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കും മാറാൻ സാധിക്കണം. നമുക്ക് മുന്നിലും ഒട്ടനേകം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒട്ടനേകം ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി ജീവിതത്തെ മാറ്റിയെടുക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ആ കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും അതിനെ എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുവാനും ശ്രദ്ധിക്കുക. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. അവരോട് അവിടെ നിൽക്കാൻ പറ. മലക്കുകളോട് അല്ലാഹു പരലോകത്ത് ഇങ്ങനെ ആളുകൾ കൂട്ടം കൂട്ടമായി പോകുന്ന സമയത്ത് പറയുന്ന വാചകമാണ്. അവരോട് അവിടെ നിൽക്കാൻ പറയാം. അവരോട് ചിലത് ചോദിക്കുവാനും അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടും. ആ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ, അതല്ല നമ്മൾ വിയർക്കുമോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഒരു സ്വയം വിചാരണക്ക് തയ്യാറാവുക. ആ സ്വയം വിചാരണയാകട്ടെ ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വയം വിചാരണ നടത്തി നമ്മുടെ വിചാരണയിൽ നമ്മൾക്ക് പാളിച്ചകളുണ്ട് എങ്കിൽ, നമുക്ക് പോരായ്മകൾ തോന്നുന്നുണ്ട് എങ്കിൽ നമ്മൾ മാറാൻ ശ്രദ്ധിക്കുക, പരിപൂർണമായി മാറാൻ ശ്രദ്ധിക്കുക, റബ്ബിലേക്ക് അടുക്കുക, ഇൽമുമായി ബന്ധപ്പെടുക, അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെടുക, പള്ളികളുമായി ബന്ധപ്പെടുക, തഖ്വയുണ്ടാക്കുക, നല്ല ആളുകളുമായി കൂട്ടുകൂടുക. ഇതൊക്കെ ഈമാൻ വർദ്ധിക്കുവാൻ, നമ്മുടെ സമയത്തെ ഉപയോഗപ്പെടുത്തുവാൻ ഏറ്റവും ഉതകുന്ന കാര്യങ്ങളാണ്. ഏറ്റവും നല്ല ആളുകളുമായി കൂട്ടുകൂടുക എന്നുള്ളത് തന്നെ നമ്മുടെ അനാവശ്യമായ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കൂട്ടുകാരുടെ ഉപമ രണ്ട് രൂപത്തിലാണ് പറഞ്ഞത്. ഒന്ന് ഒരു അത്തർ കച്ചവടക്കാരനെ ഉപമിച്ചു, രണ്ടാമത്തത് ആലയിൽ പണിയെടുക്കുന്ന ആളെ കുറിച്ചും ഉപമിച്ചു. ആലയിൽ പോയാൽ കരിയും പുകയുമായിരിക്കും ഉണ്ടാവുക. എന്നാൽ അത്തർ കച്ചവടക്കാരുടെ അടുത്ത് പോയാൽ അത്തർ വാങ്ങിയില്ലെന്നുണ്ടെങ്കിലും ഒരു നല്ല പരിമളമെങ്കിലും ഉണ്ടാകും. അതുപോലെയാണ് നല്ല കൂട്ടുകാർ. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അനാവശ്യമായ ഒട്ടനേകം കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു പ്രൊട്ടക്ഷൻ ആയെങ്കിലും അവരുണ്ടാകും. അതുകൊണ്ട് നല്ല ആളുകളുമായി കൂട്ടുകൂടുവാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സമയം അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ആ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാവുക. സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. ഉപകാരപ്രദമായ കാര്യങ്ങൾ ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്രദമായ ഒട്ടനേകം കാര്യങ്ങളുണ്ട്. അതിലെല്ലാം വ്യാപൃതരായി തീരുക. അതേപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ സമയങ്ങളെ, നമ്മുടെ ജീവിതം
ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ തയ്യാറാവുക. റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار. اللهم ربنا تقبل منا اللهم ربنا تقبل منا اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت يا ذا الجلال والإكرام. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت يا ذا الجلال والإكرام. اللهم أصلح أحوال المسلمين اللهم أصلح أحوال المسلمين اللهم أصلح أحوال المسلمين في فلسطين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. وصلى الله وسلم وبارك على نبينا محمد والحمد لله رب العالمين.